PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള ധനതത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സെറ്റ് 9 ആണ്. ആദ്യത്തെ 8 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. നമുക്ക് ആ പ്രസ്താവനകൾ ഒന്ന് നോക്കാം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് RBIയുടെ ചിഹ്നമാണ് അല്ലെ. ഒരു എണ്ണപ്പന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു എണ്ണപ്പന ഇവിടെയുണ്ട്, എണ്ണപ്പന. അതേപോലെ അല്ലെ കടുവയുണ്ട്, കടുവയുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക, കാരണം അതൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ആ പ്രസ്താവനകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ് എന്നാണ് കൊടുത്തിരിക്കുന്ന പ്രസ്താവന. ഈ പ്രസ്താവന ശരിയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ്. ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് അമിതാവ് ഘോഷ് ആണ് അല്ലെ. ഏറ്റവും കുറച്ചു കാലം RBI ഗവർണർ ആയിരുന്നത് അമിതാവ് ഘോഷ് ആണ്. പ്രസ്താവന ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ഇന്ത്യയിൽ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ ആയിരുന്നു. അത് വളരെ ശരിയാണ്. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് KJ ഉദ്ദേശി. അപ്പോൾ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് KJ ഉദ്ദേശി. നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ A ആണ്. എല്ലാം ശരിയാണെന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു. ഏറ്റവും കുറച്ചു കാലം RBI ഗവർണർ ആയിരുന്നത് അമിതാവ് ഘോഷ്. അതേപോലെ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ ഗവർണർ ഊർജിത് പട്ടേൽ ആയിരുന്നു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് KJ ഉദ്ദേശി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റ് അല്ലെ. ഈ കൊടുത്തിരിക്കുന്നതിൽ ഒരെണ്ണം തെറ്റാണ്, അത് കണ്ടുപിടിക്കാനാണ്. പ്രസ്താവന നോക്കുക. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനായിരുന്നു മൊണ്ടേക് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനായിരുന്നു മൊണ്ടേക് സിംഗ് അലുവാലിയ. പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. മൊറാർജി സർക്കാർ നടപ്പിലാക്കിയ 6ാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കി പുതിയ 6ാം പദ്ധതി നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി എന്നുള്ളത്. ഇത് എല്ലാവർക്കും ഒരു ഡൗട്ട് ചിലപ്പം വന്നേക്കാം. പക്ഷേ പ്രസ്താവന ശരിയാണ് കേട്ടോ. ഈ പ്രസ്താവന ശരിയാണ്. അപ്പോൾ നോക്കുക. മൊറാർജി സർക്കാർ നടപ്പിലാക്കിയ 6ാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കി പുതിയ 6ാം പദ്ധതി നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അടുത്ത പ്രസ്താവന നമുക്ക് നോക്കാം. വനിതാ വികസനം എന്ന നിലയിൽ നിന്ന് വനിതാ ശാക്തീകരണം എന്ന നിലയിലേക്ക് സമീപനത്തിൽ മാറ്റം വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? വനിതാ വികസനം എന്ന നിലയിൽ നിന്ന് വനിതാ ശാക്തീകരണം എന്ന നിലയിലേക്ക് സമീപനത്തിൽ മാറ്റം വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. ഇത് പ്രസ്താവന ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ABC എന്ന പ്രസ്താവന ശരിയാണ്. ഇനി അടുത്ത D നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി അല്ലെ. ആരാണ്? ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെട്ടു അല്ലെ. ഇത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടണമെന്നില്ല. ഇത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഈ ശരിക്കും മൂന്നാം പദ്ധതിയാണ് ശരിക്കും അല്ലെ. ശരിക്കും ജോൺ സാൻഡി മൂന്നാം പദ്ധതിയാണ് ശരിക്കും ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെട്ടത്, അല്ലാതെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയല്ല. അപ്പോൾ ഇവിടെ തെറ്റായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്. അടുത്ത നമുക്ക് ശരിയായ ജോഡികളാണ് നോക്കേണ്ടത്. അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഞാൻ രാവിലെ 5 മണിക്കും അതേപോലെ വൈകിട്ട് 7 മണിക്കും ആണ് പ്രധാനമായിട്ടും ഇടുന്നത്. ഇത് കൂടാതെ ഏതെങ്കിലും സമയത്തും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് ആ ശരിയായ ജോഡികൾ ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തേത് റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം എവിടെയാണ്? റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം അത് മുംബൈയിൽ തന്നെയാണ്. ഇത് ശരിയായിട്ടുള്ള ജോഡിയാണ്. റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം മുംബൈ. ഇത് ശരിയായ ജോഡിയാണ്. റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം മുംബൈയിലാണ്. അടുത്തത്
റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ്. ശരിയാണ്, പ്രസ്താവന ശരിയാണ്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ്. റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം മുംബൈ, റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് ചെന്നൈ. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. വളരെ കറക്റ്റാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ഡൽഹിയാണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതേപോലെ റിസർവ് ബാങ്ക് മ്യൂസിയം ഉണ്ട്. റിസർവ് ബാങ്ക് മ്യൂസിയം കൊൽക്കത്തയിലാണ്. അപ്പോൾ ശരിക്കും ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഇതറിയാൻ പാടില്ലാത്തവർ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ എക്കണോമിക്സിന്റെ ക്ലാസ് അടുത്ത് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഓരോ സബ്ജക്റ്റ് ഉണ്ട്. എക്കണോമിക്സ്, അത് ജീവശാസ്ത്രം, കോൺസ്റ്റിറ്റ്യൂഷൻ, ആ സബ്ജക്റ്റ് പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 2 ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞായിരുന്നു. ആ ക്ലാസ്സിൽ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു പ്രസ്താവന ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നലെ 7-ാം തീയതി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 2 ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞവർ ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തെടുക്കേണ്ടതെന്നും എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാമെന്നും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടും. ഉറപ്പായിട്ടും നിങ്ങൾ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ 2 ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ടെലഗ്രാം ചാനലിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, ഉറപ്പാണ്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് എഴുതി വയ്ക്കുക. റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം മുംബൈയിലാണ്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആസ്ഥാനം ഡൽഹിയാണ്. റിസർവ് ബാങ്ക് മ്യൂസിയം കൊൽക്കത്തയിലാണ്. ഇനി അടുത്ത 4ാമത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പദ്ധതി, അല്ലെ? ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പദ്ധതി. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 11ാം പദ്ധതി തന്നെയാണ്. അടുത്ത 2ാമത്തെ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്കിടയിലെ ആദ്യ ഇടവേള 1966 മുതൽ 69 വരെയാണ്. വളരെ കറക്റ്റാണ്, അല്ലേ? നമ്മുടെ പഞ്ചവത്സര പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് പഞ്ചവത്സര പദ്ധതി നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പോയി പഞ്ചവത്സര പദ്ധതി പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറയുന്ന മോഡലുകളുടെ പേരാകാം, അതിൻ്റെ ഇയർ ആകാം, അതിൻ്റെ ഉദ്ദേശമാകാം, അതിൻ്റെ ടാർഗറ്റ് ആകാം. അപ്പോൾ എന്താണെങ്കിലും ശരി, പഞ്ചവത്സര പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത് പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ നമുക്കറിയാം 66 മുതൽ 69 വരെയാണ് ആദ്യത്തെ ഒരു ഇന്റർവെൽ വരുന്നത്, അല്ലേ? തുടർച്ച നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ട് ഇവിടെയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്കിടയിലെ ആദ്യ ഇടവേള 66 മുതൽ 69 വരെയാണ്, അല്ലേ? അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ബി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെട്ടത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതും ശരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ വാർഷിക പതിപ്പിലുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഈ വിവരങ്ങളും നിങ്ങളുടെ റാങ്ക് വാല്യൂ ആയിട്ടൊക്കെ ചിലപ്പോൾ മിസ്മാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത്തരത്തിൽ മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇത് വരികയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇതേ ക്വസ്റ്റ്യനിൽ എന്തുത്തരമാണോ PSC കൊടുത്തിരുന്നത് അതാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന 3 പ്രസ്താവനകൾ ശരിയാണ്. ABC എന്ന് പറയുന്ന പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത 4ാമത്തെ D എന്ന് പറയുന്ന പ്രസ്താവന എന്തെന്ന് നമുക്ക് നോക്കാം. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടത് 9ാം പഞ്ചവത്സര പദ്ധതിയാണെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പോൾ അത് തെറ്റാണ്. കാരണം നമ്മളത് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത് 9ാം പദ്ധതി അല്ലായിരുന്നു, പകരം 8ാമത്തെ പദ്ധതിയായിരുന്നു, അല്ലെ? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റിപ്പോയത് D ആണ്. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ. ഇവിടെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം നമുക്ക് അതിൻ്റെ 2ാമത്തെ പ്രസ്താവന എന്തെന്ന് നമുക്ക് നോക്കാം. 2ാമത്തെ പ്രസ്താവന
ഇവിടെ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നതെന്നാണ്. അത് ശരിയാണ്. നമ്മൾ ആ റിസർവ് ബാങ്കിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം തന്നെയാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന നോക്കുക. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, അത് നമുക്കറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആക്ട് 1934 ആ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. അല്ലെ, വളരെ ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. അല്ലെ, വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1934 RBI ആക്ട് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. അല്ലെ, ഈ ആക്ട് പ്രകാരമാണ് 1934 ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. അല്ലെ, 1934 RBI ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത നാലാമത്തെ പ്രസ്താവന നോക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു എന്നാണ്. അല്ലെ, 5 കോടി രൂപ. ചിലർക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ 5 കോടി രൂപയേ ഉള്ളൂ, അതൊരു ചെറിയൊരു എമൗണ്ട് അല്ലേ എന്ന് തോന്നും. പക്ഷേ ഇതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം. അത് 6ാമത്തെ ചോദ്യമാണ്. അതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന നമുക്ക് നോക്കാം. അതിൽ 1ാമത് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വൃക്ഷം പനയാണ്. ഞാനിതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലെ, പനയാണ്. നമ്മൾ അത് കണ്ടതാണ് അല്ലെ, വൃക്ഷം പനയാണ്. നമ്മൾ അതിന്റെ ആ ഒരു പിക്ചർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പനയാണ്. പന അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണപ്പന എന്നൊക്കെ കാണും. ഇത് രണ്ടും സെയിം ആണ്. പന അല്ലെങ്കിൽ എണ്ണപ്പന എന്ന് കണ്ട രണ്ടും സെയിം ആണ് അല്ലെ. അതേപോലെ മൃഗം നോക്കിയാൽ അത് കടുവയുണ്ട് അല്ലെ അതിനകത്ത്. അപ്പോൾ നോക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പറയുകയാണ് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പോൾ 1ാമത്തെ പ്രസ്താവന കൊടുത്തിരിക്കുകയാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വൃക്ഷം പനയാണ്. അതിപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി. പ്രസ്താവന എ എന്ന് പറയുന്നത് ശരിയാണ് അല്ലെ. ഇനി പ്രസ്താവന ബി നോക്കുക. കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് 2 ഭാഷകളിലാണ് കാണപ്പെടുന്നതെന്ന് അല്ലെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു നോട്ടുണ്ട്, എടുത്ത് നോക്കിയാൽ ഇപ്പോൾ തന്നെ ക്ലിയർ ആകും അല്ലെ. നിങ്ങളുടെ ആ നോട്ട് എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾ നോക്കിയാൽ റിസർവ് ബാങ്ക് ഗവർണർ 2 ഭാഷകളിൽ ഒപ്പിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ഈ 6 ബി എന്ന് പറയുന്ന പ്രസ്താവനയും ശരിയല്ലേ? ശരിയാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നോക്കാതിരിക്കരുത്. നിങ്ങളിപ്പോൾ തന്നെ നോട്ട് എടുത്ത് നോക്കുക. നമ്മൾ നിത്യവും കൈകാര്യം ചെയ്യുന്നതാണ് ക്യാഷ് അല്ലെ. അപ്പോൾ അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കുക. 500 രൂപ നോട്ടിൽ അല്ലെ എന്താണ് കാണുന്നത്? നിങ്ങൾ ചെങ്കോട്ട അല്ലെ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത 6 സി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സി എന്ന് പറയുന്ന ഓപ്ഷൻ കൽക്കട്ട, ബോംബെ, മദ്രാസ് പ്രസിഡൻസി ബാങ്കുകളുടെ ലയനഫലമായി 1921 ജനുവരി 27 ആ നോക്കുക. 1921 ജനുവരി 27 നിലവിൽ വന്ന ബാങ്കാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാണോ? ഇത് ചരിത്രം പഠിച്ചവർക്ക് മാത്രമേ, ബാങ്കിന്റെ ചരിത്രം പഠിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്ന് അല്ലെ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. കൽക്കട്ട, ബോംബെ, മദ്രാസ് പ്രസിഡൻസി ബാങ്കുകളുടെ ലയനഫലമായി 1921 ജനുവരി 27 നിലവിൽ വന്ന ബാങ്കാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. 4ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ഡി പ്രസ്താവനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അല്ലെ. അവിടെ തെറ്റിപ്പോയി അല്ലെ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം അല്ലെ. എന്താണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് SBI അല്ലെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന്. SBI എന്നല്ല ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നല്ല, അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഡി ആണ് തെറ്റിപ്പോയ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അത്ര പാടായിട്ട് തോന്നേണ്ടതാണ്. ഇപ്പോൾ എക്കണോമിക്സിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാറുന്നത് കാണാം. നിങ്ങളെ ക്ലാസ്സുകൾ കൂടി കാണാൻ ശ്രമിക്കുക. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. 1ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. എന്താണ് 1ാമത്തെ പ്രസ്താവന പറയുന്നതെന്ന്. ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1968 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ്
ഭൂതലിംഗം കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇത് ചിലപ്പോൾ ഇത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു പോയിന്റ് അല്ല. ഭൂതലിംഗം കമ്മിറ്റി ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു പോയിന്റ് അല്ല, പക്ഷേ ഇത് പ്രസ്താവന ശരിയാണ്. ആദായ നികുതി അല്ലെ, ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1968 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ് ഭൂതലിംഗം കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളുക. അടുത്തത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 4 സബ്സിഡിയറി കമ്പനികളാണ് ഈ ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്നിവ. ഇതും അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇത് ഇച്ചിരി ഡീപ്പായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നോക്കുക, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 4 സബ്സിഡിയറി കമ്പനികളാണ്. ഒന്നാമത്തേത് ന്യൂ ഇന്ത്യ അഷുറൻസ്, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓറിയന്റൽ ഇൻഷുറൻസ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നാഷണൽ ഇൻഷുറൻസ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, ഇതൊക്കെ നിങ്ങൾ കേട്ട പേരുകളാണ്. പക്ഷേ സംഭവം ഇതൊക്കെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 4 സബ്സിഡിയറി കമ്പനികളാണ് എന്നിപ്പോഴാണ് മനസ്സിലായത്. ഇത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ നാലാമത്തെ പ്രസ്താവനയാണ് റീജിയണൽ റൂറൽ ബാങ്ക്, RRB എന്ന് പറയും. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്. നരസിംഹം കമ്മിറ്റി, ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളത് കൊണ്ട് എല്ലാം ശരിയാണെന്നൊരു A ഓപ്ഷനാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർ ഒന്നുകൂടി ഇത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRB സ്ഥാപിതമായതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, 8ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 8ാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ നോക്കാം പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ 1ാമത്തെ പ്രസ്താവന നോക്കുക. 1ാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്നത് 2069 കോടി രൂപയായിരുന്നു. 2069 കോടി രൂപയായിരുന്നു അല്ലെ. നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച് അല്ലേ, എത്ര രൂപയായിരുന്നു എന്ന്. നമ്മൾ റാങ്ക് ഫെയിലൊന്നും കണ്ടിട്ടില്ല ഈ പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതിൽ ഭൂരിഭാഗവും നമ്മുടെ റാങ്ക് ഫെയിലുകളിലൊന്നും ഇല്ലാത്ത ടൈപ്പ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പ്രസ്താവന ചോദ്യങ്ങളല്ലാതെ ഇവിടെ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എടുക്കാൻ നേരത്ത് നിങ്ങൾക്കറിയാം, അതൊക്കെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. റാങ്ക് ഫയലുകളിലൊന്നും ഇല്ലാത്ത പോയിന്റുകളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ചിട്ട് വരാൻ പോകുന്ന പരീക്ഷകളിലെ ടഫായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ആയിരിക്കാനാണ് സാധ്യത, കറണ്ട് അഫയേഴ്സും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അതൊരു ഗുണമായിട്ട് വരും ഭാവിയിൽ. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ 1ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്നത് 2069 കോടി രൂപയായിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ക്ലാസ് ഇടുമ്പോൾ അത് കാണുക. അടുത്തത് 2ാമത്തെ പ്രസ്താവന, 1ാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്ന തുക പിന്നീട് 2378 കോടിയായി ഉയർത്തി എന്നാണ് പറയുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്ന തുക, അതായത് 2069 കോടി രൂപ 2378 കോടിയായി ഉയർത്തി അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 3ാമത്തേത്, വ്യവസായത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകിയിരുന്നത് അല്ലേ. അപ്പോൾ വ്യവസായത്തിനാണ് 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകിയിരുന്നെന്നാണ് ഈ പ്രസ്താവന പറയുന്നത്. പക്ഷേ ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. കാരണം ആദ്യമായിട്ട് 1ാം പഞ്ചവത്സര പദ്ധതി അല്ലേ, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ എന്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം അല്ലേ. അതാണ് കൃഷിക്കല്ലേ പ്രാധാന്യം കൊടുത്തിരുന്നത്, കൃഷിക്ക്. അപ്പോൾ ഇത് തെറ്റല്ലേ, വ്യവസായത്തിനല്ലല്ലോ. വ്യവസായത്തിന് 2ാമതാണ് പ്രാധാന്യം വരുന്നത്, ആദ്യം കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 2ഉം പ്രസ്താവന 3 ഈ ഓപ്ഷൻ ഡി നോക്കിയാൽ ഇതിൽ 3 ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാം. അതേപോലെ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഈ 3
പിന്നെയും വന്നിട്ടുണ്ട്. ഈ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ, ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിക്കുന്നത്. ഈ 3 എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം ശരിയായ പ്രസ്താവനകൾ ചോദിക്കുമ്പോൾ എല്ലാം ശരിയാണ് എന്നത് തെറ്റാണ്. കാരണം 3 എന്തായാലും തെറ്റിപ്പോയല്ലോ. അപ്പോൾ ഓപ്ഷൻ എ വരില്ല. പിന്നെ ബി നോക്കുക. അപ്പോൾ ബിയിൽ പറയുന്നത് ബി അവിടെ കിടക്കട്ടെ, നമുക്ക് സി നോക്കാം. സിയിൽ പറയുന്നത് മൂന്നാമത്തെ 2, 3, 4 പ്രസ്താവനകൾ ശരിയാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം മൂന്നാമത്തെ പ്രസ്താവന ശരിയല്ലെന്ന്. അപ്പോൾ ഈ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡി ഓപ്ഷനിൽ പറയുന്നത് 1, 2, 3 ശരിയാണെന്നാണ് പറയുന്നത്. അവിടെയും 3 വന്നിട്ടുണ്ട് ശരിയാണെന്നും പറഞ്ഞ്. പക്ഷെ 3 ശരിയല്ലെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അതും നമുക്ക് ഓപ്ഷൻ കളയാം. പിന്നെ അങ്ങനെ എലിമിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി 4ാമത്തേത് അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് ഓപ്ഷൻ, അതായത് ആൻസർ കിട്ടിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ നിന്നും. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു പ്രസ്താവന ചോദ്യം വരുമ്പോൾ അതിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് എല്ലാ പ്രസ്താവനകളും അറിയില്ലെങ്കിൽ കൂടിയും എലിമിനേഷൻ ടെക്നിക്കിലൂടെ പോകുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയേക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട, ശ്രദ്ധയോടെ കേൾക്കുക, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ദയവ് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പ്രസ്താവന ചോദ്യം വരുമ്പോൾ അത് ഒട്ടും വായിച്ചു നോക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കുക. കാരണം കിട്ടത്തില്ല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വെക്കുക. അതിൽ എലിമിനേഷൻ ടെക്നിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ എല്ലാ പ്രസ്താവനകളും അറിയില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കണ്ടതുപോലെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റും. അതിൽ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നത് നല്ലതാണ്. അപ്പോൾ 8ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ 4ാമത്തെ പ്രസ്താവന നോക്കുക. 1ാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മാതൃകയിലാണ് നടപ്പിലാക്കിയത്. നമുക്കറിയാം ആ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 1, 2, 4 എന്നുള്ള ഓപ്ഷനാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പം നമ്മൾ ആ എലിമിനേഷൻ ടെക്നിക്കിലൂടെ അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഈ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഇതേപോലെ പഠിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ആ ടെക്നിക്കുകൾ പഠിക്കുകയാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല പഠിക്കുന്നത്, ഇവിടെ ചില പ്രായോഗികമായ രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതേപോലെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ മേഖലകൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 2 പട്ടികകൾ കൊടുത്തിരിക്കുകയാണ്. അതിൽ 1 ഗ്രാമവികസന പദ്ധതിയും 2 ഉപജ്ഞാതാവുമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കുക, 1ാമത്തേൽ മാർത്താണ്ഡം പദ്ധതി, ഗുഡ്ഗാവ് പദ്ധതി, ഇട്ടാവ പദ്ധതി, നീലോക്കേരി പദ്ധതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ SK ഡേ, ആൽബർട്ട് മേയർ, സ്പെൻസർ ഹാച്ച്, FL ബ്രെയിൻ അല്ലെ, ഇവരുടെ പേരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുന്നവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. ഇതൊക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ആ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9ാമത്തെ ഈ ശരിക്കും മാർത്താണ്ഡം, അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോവാം. മാർത്താണ്ഡം പദ്ധതി സ്പെൻസർ ഹാച്ചുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്പെൻസർ ഹാച്ച് അല്ലെ, അതായത് 1C ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1C ഉള്ള ഓപ്ഷൻ ഇതാണ്, ബാക്കി ഒന്നിലും 1C വരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഏകദേശം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇത് തന്നെയാണ് ആൻസർ വരുന്നത്, കാരണം 1C ആണ്. മാർത്താണ്ഡം പദ്ധതി സ്പെൻസർ ഹാച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുഡ്ഗാവ് FL ബ്രെയിൻ ആണ്. ഗുഡ്ഗാവ് പദ്ധതി FL ബ്രെയിൻ 2D ആണ്. ഗുഡ്ഗാവ് പദ്ധതി FL ബ്രെയിൻ, അറിയാൻ പാടില്ലാത്തവർ എഴുതിയെടുക്കുക. ഗുഡ്ഗാവ് പദ്ധതി FL ബ്രെയിൻ ആണ്. ഇട്ടാവ പദ്ധതി ആൽബർട്ട് മേയറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിലോക്കേരി പദ്ധതി SK ഡേ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. SK ഡേ. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്താണ്, മാർത്താണ്ഡം പദ്ധതി സ്പെൻസർ ഹാച്ച്, ഗുഡ്ഗാവ് പദ്ധതി FL ബ്രെയിന്, ഇട്ടാവ പദ്ധതി ആൽബർട്ട് മേയർ, നിലോക്കേരി പദ്ധതി SK ഡേ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 9 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോയിട്ട് പലർക്കും അത് ഫുള്ള് കാണാൻ പറ്റുന്നില്ല കാണാൻ ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇച്ചിരി ലെങ്ത് കുറച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതുകൂടെ നമുക്ക് പഠിക്കാം. ഇതിൽ സരസ്വതി സമ്മാനം, ഇത് പഠിക്കാൻ ഞാൻ എൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. പൊട്ടത്തരമാണെന്നറിയില്ല, എന്നാലും എൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അവാർഡുകളൊക്കെ പഠിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ സരസ്വതി സമ്മാനമാണ് അല്ലേ. സരസ്വതി സമ്മാനം 2022 വരെയുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2023 പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. നമ്മുടെ പ്രഭാവർമ്മയ്ക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെയോ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിട്ടതുപോലെ തോന്നി. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പ്രഭാവർമ്മയ്ക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 2022 വരെയുള്ളത് നമുക്കൊന്ന് നോക്കാം. 2022 വരെയുള്ളത് അതിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ടെക്നിക്ക് ഞാൻ പറയാം.
ഈ സരസ്വതി എന്ന് പറയുന്നത് അല്ലെ, സരസ്വതി ദേവി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇപ്പൊ 2022 വരെയാണ് സരസ്വതി ദേവി. അപ്പൊ സരസ്വതി ദേവി, അപ്പൊ സരസ്വതി സമ്മാനം അല്ലെ, അത് 2022 കിട്ടിയിരിക്കുന്നത് അതേപോലെ ഒരു ദേവനാണ് അല്ലെ, ശിവശങ്കരി. അതിൽ ശിവ എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ലോർഡ് ശിവ അതിൽ വരുന്നുണ്ടല്ലേ, ലോർഡ് ശിവ ഭഗവാൻ അല്ലെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ സരസ്വതി സമ്മാനം ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ശിവൻ അല്ലെ, ശിവൻ എന്ന് പറയുന്ന ഒരു അല്ലെ ദൈവവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിൽ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് അപ്പോൾ 2022 ശിവൻ എന്ന് പറയുന്നൊരു പേരുണ്ട്. ശിവശങ്കരി എന്ന് പറയുന്നതിൽ ശിവൻ എന്നൊരു പേര് വരുന്നുണ്ട്. അപ്പോൾ സരസ്വതി ശിവൻ 2022 അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തയിലേക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് അങ്ങനെയാണ് സരസ്വതി സമ്മാനം നിങ്ങൾ ആലോചിക്കുമ്പോൾ 2022 ശിവ ചേർത്തിട്ടൊരു പേരാണ് ശിവശങ്കരി. പിന്നെ ഭാഷ തമിഴ് ഭാഷയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. തമിഴ് ഭാഷ ശിവശങ്കരി, തമിഴ് ഭാഷ. നിങ്ങൾ അങ്ങനെ അത് മനസ്സിലേക്ക് ആക്കി മാറ്റുക. സരസ്വതി സമ്മാനം എന്ന് കേൾക്കുമ്പോൾ 2022 സരസ്വതി ദേവി, അതേപോലെ ശിവൻ അല്ല ശിവശങ്കരി, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് ഇവിടെ എത്തിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ഇവിടുന്ന് 2022 നേരെ നമുക്ക് 2018 പോവാം. 2018 അവിടെ നോക്കിയാൽ അവിടെ ഒരു ശിവ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ശിവ. അപ്പോൾ 2018 ശിവ വരുന്നുണ്ട്, 2022 ശിവ ചേർത്തിട്ടൊരു പേരാണ് വരുന്നത്. നോക്കണം, സരസ്വതി എന്ന് പറയുന്ന ഒരു സരസ്വതി ദേവി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് നേരെ കണക്ട് ചെയ്ത് ശിവ അല്ലെ ശിവശങ്കരി എന്ന പേരിലേക്ക് എത്തി 2022. അവിടെ നിന്ന് 2018 പോകുമ്പോൾ ശിവ റെഡ്ഡി എന്ന് കാണാം, അതിലും ഉണ്ട് ശിവ. കണ്ടാ? അപ്പോൾ രണ്ട് ശിവ എന്ന പേരുകൾക്കിടയിൽ പിന്നെ 2019, 20, 21 അല്ലെ അങ്ങനെ കിടപ്പുണ്ട്. അവിടെയും നമുക്ക് കണ്ടുപിടിക്കാം. മോഹി, ലിംബാളെ, മിശ്ര അല്ലെ, ഈ രണ്ട് മാ ചേർത്തിട്ടുള്ളതാണ് മോഹി, അതേപോലെ മിശ്ര മാ അല്ലെ, മാ കാരമാണ്, മോ മി മിശ്ര, അതിനിടയ്ക്കൊരു ലാ കാരം കിടക്കുകയാണ്, ലിംബാളെ. കണ്ടാ? ലിംബാളെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഐഡിയക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓർത്തിരിക്കുന്നത്. ഇപ്പം എനിക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ സരസ്വതി സമ്മാനം 2022 ഞാൻ നേരെ അത് കണക്ട് ചെയ്യും, സരസ്വതി എന്ന് കണക്ട് ചെയ്യും. അപ്പോൾ ശിവൻ കണക്ട് ചെയ്യും. അപ്പോൾ ശിവശങ്കരി തമിഴാണ്, ഭാഷ തമിഴാണ്. എന്നിട്ട് നേരെ ശിവശങ്കരി വന്നു. അപ്പോൾ എനിക്കറിയാം വേറൊരു ശിവ ചേർത്ത് പേര് വന്നിട്ടുണ്ട് 2018. നേരെ ഞാനത് 2018 പോകും. അപ്പോൾ അവിടെ ശിവ റെഡ്ഡിയാണ്. ഇവിടെ ശിവശങ്കരി ആണെങ്കിൽ അവിടെ ശിവ റെഡ്ഡിയാണ്. റെഡ്ഡിയൊക്കെ വരുന്നത് സാധാരണ തെലുങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് റെഡ്ഡി എന്നുള്ള പേര് വരുന്നത്, തെലുങ്ക്. അപ്പോൾ തെലുങ്ക് ഭാഷയിലാണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ശിവ റെഡ്ഡിക്കും ശിവശങ്കരിക്കും ഇടയ്ക്ക് 3 പേരുണ്ട്. അത് മാ ചേർത്തിട്ടൊരു കാരം വെച്ചിട്ടാണ് ചെയ്യുന്നത്, മോഹി, ലിംബാളെ, മിശ്ര. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പേരിൽ ആരെ എൻ്റെ പരീക്ഷയിൽ ഓപ്ഷനിൽ വന്നാലും എനിക്ക് അവിടെ എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അങ്ങനെ ഒരു ടെക്നിക്ക് ഇത് ഞാനിങ്ങനെ 2-3 തവണ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട്. പക്ഷേ നമ്മുടെ പരീക്ഷയിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ കണക്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തറിയിച്ചാൽ എല്ലാവർക്കും അത് പഠിക്കാൻ ഉപകാരപ്പെടും. അപ്പോൾ ഇതാണ് സരസ്വതി സമ്മാനം. അപ്പോൾ നിങ്ങൾ 2022, 2018 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സരസ്വതി സമ്മാനം എന്ന് കേൾക്കുമ്പോഴേ സരസ്വതി ദേവി അല്ലെ, അതുകൊണ്ട് കണക്ട് ചെയ്ത് ശിവ ഭഗവാൻ അല്ലെ. അപ്പം നേരെ ശിവ ചേർത്തിട്ടുള്ളൊരു പേരുകാരിയാണ്, ഒരു സ്ത്രീക്കാണ് അല്ലെ, ശിവശങ്കരി. നേരെ 2022 ശിവശങ്കരി കണക്ട് ചെയ്യുന്നു തമിഴ് ഭാഷയ്ക്ക്. അവിടുന്ന് അപ്പോൾ ഓർക്കണം 2018 ഇതേപോലെ ശിവ ചേർത്തിട്ടൊരു പേരാണ്, അത് ശിവ റെഡ്ഡി അല്ലെ, തെലുങ്ക് ഭാഷയ്ക്ക് 2018. ഇനി ഇതിന് ഇടക്ക് കിടക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട് അല്ലെ, 2 മായ്ക്കിടക്കൊരു ല എന്നൊരു കാരം വരുന്ന പേരുകാരൊക്കെയാണ്. അപ്പോൾ വാസുദേവ് മോഹി അല്ലെ, 2019 വാസുദേവ് മോഹി, 2020 ശരൺകുമാർ ലിംബാലെ, 2021 പ്രൊഫസർ രാംദരാജ് മിശ്ര. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേരുകൾ കറക്റ്റായിട്ട് വായിച്ചു വിട്ടേച്ചാൽ മതി. പേരുകൾ 2018 ശിവ റെഡ്ഡി, കാരണം നിങ്ങൾക്ക് ആ ടെക്നിക്ക് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പേരുകളൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി ആ പേരുകളൊന്ന് വായിച്ചു വിടുക. 2018 കെ ശിവ റെഡ്ഡി തെലുങ്ക്, 2019 വാസുദേവ് മോഹി സിന്ധി ഭാഷ, 2020 ശരൺകുമാർ ലിംബാളെ മറാത്തി ഭാഷ, 2021 പ്രൊഫസർ രാംദരാജ് മിശ്ര ഹിന്ദി ഭാഷ, 2022 ശിവശങ്കരി തമിഴ് ഭാഷ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക, ടെലഗ്രാമിൽ അംഗമാവുക. പിന്നെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പിലെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.